ഇന്നലെ ഇന്റർ മിലാനെ പൂട്ടിയ ഇറ്റാലിയൻ ടീമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. അപ്ഡേറ്റ് ഇതാ, ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കിരീടം അർഹിക്കുന്നുണ്ടവർക്ക് വേണ്ടിയെങ്കിലും ഇത്തവണ അത് നേടണം. വിശദ വാർത്തകളിലേക്ക് കടക്കാം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലേക്ക് വേണ്ടി ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ മാസം അവസാനിക്കുന്ന ട്രാൻസ്ഫർ വിൻഡോക്ക് മുൻപായി തങ്ങളുടെ അവസാന വിദേശ സൈനിങ് പൂർത്തീകരിക്കാനുള്ള തിരക്കിലാണ്. മോണ്ടിനെഗ്രോയിൽ നിന്നുമുള്ള 34-കാരനായ സ്റ്റീവൻ ജോർഡിഗിനെ സ്വന്തമാക്കുന്നത് സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഓഫർ താരം നിരസിച്ചുവെങ്കിലും കൂടുതൽ മെച്ചപ്പെട്ട പുതിയ ഓഫർ നൽകി ബ്ലാസ്റ്റേഴ്സ് വീണ്ടും തങ്ങളുടെ ട്രാൻസ്ഫർ ചർച്ചകൾക്ക് ചൂടുപിടിപ്പിച്ചു. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ ഇറ്റാലിയൻ ലീഗിൽ കളിക്കുന്ന ജനോവ FCയും താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്റർ മിലാനെ സീരി എ മത്സരത്തിൽ 2 ഗോളുകളുടെ സമനിലയിൽ പൂട്ടിയ ജനോവയാണ് ജോർഡിക് ട്രാൻസ്ഫറിൽ ബ്ലാസ്റ്റേഴ്സിനു എതിരാളികൾ. ഇറ്റാലിയൻ ലീഗിൽ നിലവിൽ ആദ്യ മത്സരം പൂർത്തിയാക്കിയ ജനോവ പോയിന്റ് ടേബിളിൽ 4-ാം സ്ഥാനത്താണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതുതായി നൽകിയ ഓഫർ ജനോവ മുന്നോട്ടുവെക്കുന്ന ഓഫറിനേക്കാൾ മികച്ച ഓഫറാണെന്നാണ് റിപ്പോർട്ടുകൾ. ജനോവയേക്കാൾ കൂടുതൽ ആക്റ്റീവായി ട്രാൻസ്ഫറിൽ പ്രവർത്തിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയാണ്. എന്തായാലും ഇറ്റാലിയൻ ലീഗിലേക്ക് താരം മടങ്ങിപ്പോകുമോ അതോ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പുതിയ വെല്ലുവിളി സ്വീകരിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. ഇപ്പോഴും ജോർഡിക്കിന്റെ സൈനിങ്ങിനു തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പ്രാധാന്യം നൽകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC തങ്ങളുടെ കിരീട പ്രതീക്ഷകളുമായി പുതിയ സീസണിലേക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഇതുവരെയും ഒരു കിരീടം പോലും സ്വന്തമാക്കാൻ കഴിയാത്ത കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ കിരീടമാണ് വേണ്ടത്. ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ട്രോഫി നേടണമെന്ന ലക്ഷ്യമായാണ് പോരാടുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ സോങ്കുമാർ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കിരീടം അർഹിക്കുന്നുണ്ടെന്നും അവർക്കുവേണ്ടി അത് നേടണമെന്നും 19-കാരനായ ഈ ഗോൾ കീപ്പർ പറഞ്ഞു. ഈ സീസണിൽ ഒരു ട്രോഫി നേടണമെന്ന് ഞാൻ കരുതുന്നു. കാരണം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അത് അർഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അവർ കഠിനാധ്വാനം ചെയ്ത പണം നൽകി സ്റ്റേഡിയത്തിലെത്തി ഞങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. മിക്കവാറും എല്ലാ കളികളിലും സ്റ്റേഡിയം നിറഞ്ഞിരിക്കുന്നുണ്ട്. അതിനാൽ അവർക്കായി ഞങ്ങളൊരു കിരീടം നേടണം, സോങ്കുമാർ പറഞ്ഞു. കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.